Hi all, good afternoon and welcome to Psyquesta. നമ്മളുടെ തേർഡ് ഇയറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഞാൻ കരുതി ഒരു ഫ്രീ ക്ലാസ് ആയിട്ട് വെക്കാമെന്ന്. നമ്മുടെ ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികൾക്കുള്ള ഫസ്റ്റ് ക്ലാസ് ആണ്. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് ഇറ്റ് എ ഫ്രീ ക്ലാസ് ബിക്കോസ് തേർഡ് ഇയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ആദ്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇലക്ടീവ്സ് ഇല്ല, 7 സബ്ജക്റ്റ് ആണ് പ്ലസ് പ്രാക്ടിക്കൽസ് ആൻഡ് ഡിസർട്ടേഷൻ. അപ്പോൾ ഡിസർട്ടേഷനൊക്കെ ഇപ്പോഴേ ടോപ്പിക് സെലക്ട് ചെയ്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ മെത്തഡോളജിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളാം. എൻഡിലേക്ക് വെക്കുന്നതിൽ നല്ലതാണ്. ഒന്നുമല്ല, ഡിസർട്ടേഷനുമായിട്ടൊന്ന് ഇടപഴകാം. അപ്പോൾ ഡിസർട്ടേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നോക്കേണ്ടതെന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് സൈക്കോളജിയിൽ ഞാൻ 2 ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പോൾ തേർഡ് ഇയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഒരു സൈക്കോളജിസ്റ്റിലേക്കുള്ള ഒരു എന്താ പറയാ മാറ്റം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ വേണ്ട പല കാര്യങ്ങളും നമ്മൾ ഈ തേർഡ് ഇയറിലാണ് പഠിക്കുന്നത്. എസ്പെഷ്യലി അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. ഒരു സൈക്കോളജി സ്റ്റുഡൻറ് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഡിസോർഡേഴ്സ് എല്ലാം ഈ തേർഡ് ഇയറിൽ ഇൻക്ലൂഡഡ് ആണ്. 2 സബ്ജക്റ്റ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൗൺസിലിംഗ് ആസ് യൂഷ്വൽ നമ്മുടെ മെയിൻ പേർപ്പസ് ആണ് കൗൺസിലിംഗ് തേർഡ് ഇയറിലാണ്. കൗൺസിലിംഗ് ഒക്കെ സൈക്കോസ്റ്റയിൽ പ്രൊവൈഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കൗൺസിലിംഗ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതായത് റിയൽ ആയിട്ട് എങ്ങനെ നമ്മൾ കൗൺസിലിംഗ്, ആസ് ഐ എം എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, പ്രാക്ടീസിങ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഞാൻ ആ രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. ഈ ഒരു 3 സബ്ജക്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 1, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 2, ഡീലിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് 2 എന്ന് പറഞ്ഞിട്ടുള്ള BPCC 111-ഉം 113-ഉം. പിന്നെ കൗൺസിലിംഗ് വരുന്നുണ്ട് 114, പിന്നെ 112 എന്ന് പറയുന്നത് OB ആണ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ. OB ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് 112. ഓർഗനൈസേഷണൽ ബിഹേവിയർ നിങ്ങൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നോർമലി ചിന്തിക്കുക ഒരു ഓർഗനൈസേഷനിൽ മാനസിക രോഗം ട്രീറ്റ് ചെയ്യുന്ന സാധനമാണോ എന്നാണ്. ഒരിക്കലും അല്ല. ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ഉന്നതിയിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാം, അവിടുത്തെ ആളുകളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, അവിടുത്തെ കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്തിട്ട് പിന്നെ ഓർഗനൈസേഷന്റെ കൾച്ചർ നോക്കിയിട്ടൊക്കെ ആ ഓർഗനൈസേഷൻ എങ്ങനെ ഉന്നതിയിലേക്ക് എത്തിക്കാം എന്ന് സൈക്കോളജിക്കലി പഠിക്കുന്ന ഒരു വിഷയമാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു HR MBA മോഡലിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. പിന്നെ BPC 141, 142, 143 എന്ന് പറയുന്നത് സൈക്കോളജിയുടെ അതർ ഏരിയാസ് ആണ്. BPC 141 പോസിറ്റീവ് സൈക്കോളജിയാണ്. ഒരു കാലഘട്ടം വരെ സൈക്കോളജി സംസാരിച്ചുകൊണ്ടിരുന്നത് രോഗം മാറ്റുക, ഡിസോർഡറിനൊക്കെ പറ്റിയിട്ടാണ്. ഇവിടെയായിരുന്നു മാർട്ടിൻ സെലിഗ്മാന് സൈക്കോളജിക്ക് വെറും നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവ്നെസ്, അതായത് ഒരു രോഗം ഇല്ലാത്തവർക്കും സൈക്കോളജി സീക്ക് ചെയ്യാം, ജീവിതത്തിൽ ഉന്നതിയിലേക്ക് വരാന്, ഹാപ്പിനെസ് കൊണ്ടുവരാന്, ഫ്ലോ കൊണ്ടുവരാന്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാന്. അതായത് സൈക്കോളജിക്ക് ഒരു പോസിറ്റീവ് വശമുണ്ട്. ഒരു പ്രശ്നം ഇല്ലാത്തവർക്കും സൈക്കോളജിസ്റ്റിനെ സീക്ക് ചെയ്യാം. എന്തിനാണ്? ഹാപ്പിനെസ് കണ്ടെത്താന്, അവരുടെ മീനിങ് കണ്ടെത്താന്, ജീവിതത്തിൽ ഫ്ലോ ഉണ്ടാക്കാന്. അത്തരം സൈക്കോളജിയുടെ പോസിറ്റീവ് വശം നോക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. മാർട്ടിൻ സെലിഗ്മാൻ കൊണ്ടുവന്ന ഒരു എന്താ പറയാ ഒരു ഏരിയ ആയിരുന്നു. വളരെയധികം ഫ്ലറിഷ് ചെയ്തിട്ട് ഇപ്പൊ പുറത്തൊക്കെയാണ് ഈ പോസിറ്റീവ് സൈക്കോളജി മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ട്. രണ്ടാമത് BPC 142 ആണ് എൻവിറോൺമെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഒരാളുടെ എൻവിറോൺമെന്റ്, അയാളുടെ സ്വഭാവം എന്താണ് വളരെയധികം സ്വാധീനിക്കുന്നത്. അത് എന്തിനിപ്പോ പറയാം, ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആ ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമോ അല്ലെങ്കിൽ ഒരു പിന്നെ അറ്റ്മോസ്ഫിയറോ കൊടുത്താൽ പോലും അയാളുടെ സ്വഭാവത്തിൽ അത് വ്യത്യാസം കാണിക്കും. സോ എൻവയോൺമെന്റ് നമ്മുടെ സ്വഭാവത്തിന് ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. സോ എങ്ങനെയൊക്കെ എൻവയോൺമെന്റ് സ്വാധീനിക്കുന്നു, എന്തൊക്കെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്താൽ നമുക്ക് ഉന്നതിയിലേക്ക് എത്താം, അത്തരത്തിൽ സീക്ക് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് എൻവയോൺമെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. BPC 143 ഫോറൻസിക് ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. അപ്പോൾ ഫോറൻസിക്കില് നമ്മൾ ലീഗൽ സിസ്റ്റവുമായിട്ട് സൈക്കോളജി
ഒരാൾ എന്തുകൊണ്ട് ക്രൈം ചെയ്യുന്നു, ആ ക്രൈമിൽ ഇൻവോൾവ് ആവുന്നു, ആ ക്രൈം എങ്ങനെയാണ് സോൾവ് ആവുന്നത്, അങ്ങനെ ഒരു ലീഗൽ സിസ്റ്റവുമായിട്ട് ജോയിന്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഫീൽഡാണ് ഫോറൻസിക് സൈക്കോളജി. നല്ല രസമാണ് പഠിക്കാൻ, നല്ല ഇൻട്രസ്റ്റിംഗും ആണ്. ഈ 3 പോസിറ്റീവ് ആയിക്കോട്ടെ, എൻവയോൺമെന്റൽ ആയിക്കോട്ടെ, ഫോറൻസിക് ആയിക്കോട്ടെ, 3 ഫീൽഡ് ഓഫ് സൈക്കോളജിയാണ് നമ്മൾ ആഴത്തില് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇത് 3 ഇലക്ടീവ് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഈ 3 സബ്ജക്ട്സ് ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ചോയ്സസ് ആണ് ഈ 3 വരുന്നത്. ബട്ട് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ ഈ ഓർഗനൈസേഷനിലും അങ്ങനെ കേട്ടോ, യു ക്യാൻ ചൂസ് ഇറ്റ്. ബട്ട് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 1, അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 2 കൗൺസിലിംഗ് ഏതൊരു സൈക്കോളജി സ്റ്റുഡന്റും ആഴത്തിൽ, കാരണം ഒരു ഡിസോർഡറിന്റെ സിംറ്റംസ് നിങ്ങളോട് പറയുമ്പം നിങ്ങൾക്ക് ആ ഡിസോർഡർ ഏതാണെന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ യു ഫെയിൽഡ് ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ്. നിങ്ങൾ സബ്ജക്റ്റിൽ തോറ്റു എന്നല്ല, നിങ്ങൾ സൈക്കോളജി സ്റ്റുഡന്റ് ആണെന്നുള്ള നിങ്ങൾ പരാജയമാണ്. സിംറ്റംസ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ അതിനെന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, രോഗം എന്താണെന്ന് മനസ്സിലാക്കുക എന്നൊക്കെയാണ് ഈ 2 സബ്ജക്റ്റ് ആയിട്ടാണ് അവര് കൊടുത്തിട്ടുള്ളത്. അപ്പോ തേർഡ് ഇയറിന്റെ സബ്ജക്റ്റിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയോ? ഏകദേശം എല്ലാരും ഒന്ന് പറഞ്ഞേ. ഇപ്പൊ നമ്മള് ആസ് യൂഷ്വൽ സൈക്കോസ്റ്റിയില് പിന്നെ ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പം ഈ ജൂലൈ ആൻഡ് ഓഗസ്റ്റ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്ന 2 സബ്ജക്ട്സ്, ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 2 ആൻഡ് രണ്ടാമതായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് ഫോറൻസിക് 1. അപ്പം മൺഡേ ടു വെനസ്ഡേ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ 2ഉം തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ഫോറൻസിക്കും ആണ്. ഇപ്പൊ നമ്മൾ ടൈം ടേബിൾ ഇട്ടിട്ട് 2 സബ്ജക്ട് വെച്ച് തീർത്ത് ഇങ്ങനെ പോവാറാണ്. യെസ്, ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യും. അത് കൂടാതെ നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ സൈക്കോസ്റ്റിയുടെ ഫസ്റ്റ് ക്ലാസ് ആണിത്, തേർഡ് ഇയറിൻ്റെത്. അഡ്മിഷൻ എടുക്കാത്തവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ കുറെ ഡിസ്കഷൻസ്, കൗൺസിലിംഗ് ചെയ്യുന്ന പോലെ പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 2ന്റെ ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്ന് പറയാം. സ്കീസോഫ്രീനിയ. ഫസ്റ്റ് ചാപ്റ്റർ സ്കീസോഫ്രീനിയ ആണ്. ലോകത്തിൽ ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്നതും എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗവും കൂടിയാണ് സ്കീസോഫ്രീനിയ. മതിഭ്രമം, ചിത്തഭ്രമം, നട്ടപ്രാന്ത് എന്നൊക്കെ പറയുന്ന ഭയാനകമായിട്ടുള്ള മാനസിക രോഗം തന്നെയാണ് സ്കീസോഫ്രീനിയ. സ്കീസോഫ്രീനിയനെ പറ്റി പറയുകയാണെങ്കിൽ പ്രാക്ടിക്കൽസ് ആയിരുന്നില്ലേ തേർഡ് ഇയറില്? യെസ്. ഏത് സബ്ജക്റ്റ് ആണ്? അത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. മിക്കവാറും ഈ സൈക്കോളജിക്കൽ ഡിസോർഡറിൽ തന്നെയാണ് വരാൻ. ഡിപ്രഷനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാം. ഐ മീൻ അതൊക്കെ ആവാനാണ് ചാൻസ്. 1ഉം 2 ആണ് വരാൻ ചാൻസ് ഉള്ള. പിന്നെ പോസിറ്റീവിലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ താളവട്ടം സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? താളവട്ടം നമ്മുടെ മോഹൻലാലിന്റെ, കണ്ടിട്ടില്ലേ? താളവട്ടത്തില് നമ്മുടെ മോഹൻലാലിന് സ്കീസോഫ്രീനിയാണ്. അതുപോലെ തന്നെ സൈക്കോളജി സ്റ്റുഡന്റ് കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് തനിയാവർത്തനം, മമ്മൂട്ടിയുടെ മൂവിയാണ്. വൾണറബിൾ ആയിട്ടുള്ള ഒരാളെ എങ്ങനെ ഭ്രാന്തനാക്കാം, സമൂഹത്തിന് ഭ്രാന്തനാക്കാൻ പറ്റിയ ഒരാളെ. അപ്പം അത് പറയുമ്പോഴാണ് വൾണറബിലിറ്റിനെ പറ്റി പറയുന്നത്. വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് രോഗം വരാൻ വൾണറബിലിറ്റി ഉണ്ടാവാന്ന് പറഞ്ഞാൽ അയാൾക്ക് ചാൻസ് ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അതായത് മാനസിക രോഗം വരാൻ ചാൻസ് ഉള്ളവര്, അതായത് അഡൽട്ട്ഹുഡ് സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് മാനസിക രോഗം വരാൻ ചാൻസ് ഉള്ളവരെയാണ് നമ്മൾ വൾണറബിലിറ്റി ഉള്ളവരെന്ന് പറയാം. ആരൊക്കെയാണ് ഈ വൾണറബിലിറ്റി ഉള്ളവര്? ഒന്ന് ജനറ്റിക്സ്, പാരമ്പര്യം. അപ്പൊ സ്കീസോഫ്രീനിയൊക്കെ ജനറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് കുടുംബത്തിലെ ഫസ്റ്റ് ബ്ലഡ് ലൈനിൽ വരുന്ന ആളുകൾക്ക് സ്കീസോഫ്രീനിയ ഉണ്ടെങ്കിൽ എന്തായാലും റിലേറ്റീവ്സ് സസ്പെക്റ്റബിൾ ആണ്, അല്ലെങ്കിൽ വൾണറബിൾ ആണ് സ്കീസോഫ്രീനിയ ഡെവലപ്പ് ചെയ്യാൻ. രണ്ടാമത് പറയുകയാണെങ്കിൽ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടും. നമ്മൾ അങ്ങനത്തെ ഒരു പിന്നെ ചുറ്റുപാടിലാണ് ജീവിക്കുന്നതെങ്കിൽ വളരെ ഏത് മാനസിക രോഗം കേട്ടോ, നമ്മുടെ ചുറ്റുപാട് മാനസിക രോഗം വരുത്താൻ വളരെ ഒരു ഏരിയ ആണ്. പിന്നെ കൾച്ചർ കാരണം മാനസിക രോഗം വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ബയോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, അത് കാരണം പാരന്റിങ്, പിയർ ഗ്രൂപ്പ്സ്,
ട്രോമ, ചെറുപ്പത്തിൽ ഏൽക്കുന്ന ട്രോമാസ്, അതെന്ത് ട്രോമ ആയിക്കോട്ടെ, ഫിസിക്കൽ, മെന്റൽ, സെക്ഷൽ, എന്തോ ആയിക്കോട്ടെ, അബ്യൂസ് എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ട്രോമ എന്താണ്? ട്രോമ സബ്ജക്റ്റീവ്. ഒരു കുട്ടിക്ക് ചിലപ്പോൾ ആ കുട്ടിയുടെ പെൻസിൽ പൊട്ടിയതായിരിക്കും ട്രോമ. വേറൊരു കുട്ടിക്ക് ആ കുട്ടീനെ ആരെങ്കിലും സെക്ഷലി ടച്ച് ചെയ്ത് അല്ലെങ്കിൽ ഫിസിക്കലി ടച്ച് ചെയ്തായിരിക്കും ട്രോമ. വേറൊരാൾക്ക് ചിലപ്പം അത് റേപ്പ് ചെയ്തായിരിക്കും ട്രോമ. ഇറ്റ് സബ്ജക്റ്റീവ്. ഇന്ന തന്നെ ഇപ്പൊ നമ്മൾ ഇതാണ് എന്റെ ട്രോമ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ഇതാണോ നിങ്ങളുടെ ട്രോമ എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം ഇറ്റ്സ് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ്. സോ ഇങ്ങനെ വൾണറബിലിറ്റി ഉള്ള ആളുകള് സസ്പെക്റ്റബിൾ ആണ് ഭാവിയിൽ എന്തുണ്ടാവാൻ, മാനസിക രോഗം ഡെവലപ്പ് ചെയ്യും. സോ അവരെ നമ്മൾ എന്തായി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു എന്താ പറയാ സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ, അതായത് ആ വൾണറബിലിറ്റി മറികടക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പുറത്തു കിടക്കാം. നേരെ മറിച്ച് ആ വൾണറബിലിറ്റി ഉള്ള ആള്, ഇപ്പൊ ഗംഗ വാസ് വൾണറബിൾ. ഗംഗ നമ്മുടെ നാഗവല്ലിയായി മാറിയ നമ്മുടെ ഫാസിലിന്റെ മണിച്ചിത്രത്തായില് ഗംഗ വാസ് വൾണറബിൾ ബിക്കോസ് ചെറുപ്പത്തില് ലോൺലിനെസ് അല്ലെങ്കിൽ പാരന്റ്സിന്റെ നെഗ്ലക്ട് ഏറ്റാണ് ഗംഗ. ഗംഗ വൾണറബിൾ ആണ്. ആ ഗംഗയെ മാടമ്പള്ളി തറവാടും തെക്കിനിയും പോലെയുള്ള കൾച്ചറൽ കെട്ടുകഥകളുടെ ഉള്ളിൽ കൊണ്ടിട്ടപ്പം DID, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ഷൂട്ട് ചെയ്തു. അതുപോലെ സമൂഹത്തിനും കൾച്ചറിനും ഒക്കെ ഒരാളെ മാനസിക രോഗിയാക്കാൻ പറ്റും. അങ്ങനെ സമൂഹം മാനസിക രോഗിയാക്കിയ ഒരു ക്യാരക്ടറായിട്ടാണ് തനിയാവർത്തനം മൂവിയില് മമ്മൂട്ടി വെച്ചിട്ടുള്ളത്. മമ്മൂട്ടിക്കും സ്കീസോഫ്രീനിയാണ്. സമൂഹത്തിന് ഒരു സിമ്പതിയും കിട്ടാത്ത ഒരു രോഗം കൂടി കേട്ടോ സ്കീസോഫ്രീനിയ. അതാണ് അതിന്റെ ഒരു വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ. കാരണം അവർ ഇൻസൈറ്റ് ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത് എന്ന് പോലും ആളുകൾക്ക് മനസ്സിലാവില്ല. നമ്മൾ റോഡ് സൈഡിൽ കൂടെ അധികം കാണുന്ന സ്കീസോഫ്രീനിയ ആയിട്ടുള്ള രോഗികളെയാണ്. ഈ മെന്റൽ ഹോസ്പിറ്റൽസിലൊക്കെയാണ് അധികം സ്കീസോഫ്രീനിയ ആയിട്ടുള്ള രോഗികളാണ്. ഒരു മതിഭ്രമം അല്ലെങ്കിൽ ചിത്തഭ്രമം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത്. മെയിൻ 2 സിംറ്റംസ് എന്ന് പറയുന്നത് ഹാലൂസിനേഷനും ഡെലൂഷനുമാണ്. ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഡെലൂഷൻ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സ്കീസോഫ്രീനിയ ആണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഹാലൂസിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക. അതന്നെ ഒരുപാട് ഹാലൂസിനേഷൻ ഉണ്ട് കേട്ടോ. വിഷ്വൽ ഹാലൂസിനേഷൻ, ഓഡിറ്ററി ഹാലൂസിനേഷൻ, ഹോൾഫാക്ടറി ഹാലൂസിനേഷൻ എന്നൊക്കെ. വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇല്ലാത്തത് കാണുക. സ്കിസോഫ്രീനിയിൽ ഏറ്റവും വരുന്നത് ഓഡിറ്ററി ഹാലൂസിനേഷൻ ആണ്. ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ട്, പ്രൈമറി ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ട്, സെക്കൻഡറി ഓഡിറ്ററി, അതായത് ഒരു ശബ്ദം കേൾക്കുക, ഒരു ശബ്ദം നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുക, 2 ശബ്ദങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുക, അങ്ങനെ പലതും ഉണ്ട്. ഓൾഫാക്ടറി ഉണ്ട്, അതായത് ഇല്ലാത്ത സ്മെല്ല് അടിക്കുക. ഗസ്റ്റേറ്ററി ഉണ്ട്, ഈ പുഴുവൊക്കെ നമ്മുടെ മേലെ കൂടെ അരിക്കുന്ന മാതിരിയൊക്കെ തോന്നും. ഒത്തിരി ഹാലൂസിനേഷൻസ് ഉണ്ട്. ഈ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നതാണ് ഹാലൂസിനേഷൻ. ഡെലൂഷൻ എന്ന് പറയുന്നത് ഫോൾട്ടി അൺഷേക്കബിൾ ബിലീഫ്, അത് തെറ്റായിട്ടുള്ള ബിലീഫ്, പക്ഷെ അത് അൺഷേക്കബിൾ ആണ്, അവർ മാറ്റാത്ത തെറ്റായിട്ടുള്ള ബിലീഫ്. എന്നെ ആരോ കൊല്ലാൻ വരുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിലെ മുഖ്യമന്ത്രി ഞാനാണ് എന്നൊക്കെ രീതിയിലുള്ള ഡെലൂഷൻസ് ഉണ്ട്. പല പല ഡെലൂഷൻസ് ഉണ്ട്. അപ്പൊ ഫോൾട്ടി ആയിട്ടുള്ള തെറ്റായിട്ടുള്ള പിടിമുറുക്കിയ വിശ്വാസങ്ങളെയാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹാലൂസിനേഷൻ ഓർ ഡെലൂഷൻ ഓർ ഇത് ഉണ്ടാവാറുണ്ട് എന്തില്, നമ്മുടെ സ്കിസോഫ്രീനിയയില് നിർബന്ധമാണ്. അത് കൂടാതെ ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, അതുപോലെ തന്നെ കാറ്ററ്റോണിക് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞ് വേറെയും സിംറ്റംസ്. പക്ഷെ ഹാലൂസിനേഷനും ഡെലൂഷനാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്കിസോയില് നോക്കുന്നത്. നോക്കിക്കേ, schizophrenia is a broad spectrum of condition that affect individuals' cognitive and emotional functioning, including delusion and hallucination. ചിന്തകളെയും അവരെ ഇമോഷൻസിനെയും, അല്ലെ, ചിലപ്പോ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരാൾ മരിച്ചാൽ, ഇപ്പം നമ്മളെ വീണ്ടും താളവട്ടത്തിലേക്ക് പോവാണ്, തന്റെ പ്രണയിനി മരിച്ചു കിടക്കുന്നിടത്ത് ഈച്ച അടിക്കുന്നു, അവിടെ നിന്ന് ഓടിപ്പോകുന്നു, ചിരിക്കുന്നു, അല്ലെ, ആ രീതിയിലേക്ക് ആര് മാറുന്നുണ്ട്, മോഹൻലാൽ മാറുന്നുണ്ട്. അതാണ് ഇമോഷണൽ ഫങ്ഷൻസും എന്താവുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. കോഗ്നിഷൻ, ചിന്തകളും വളരെയധികം എഫക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഡെലൂഷൻസും ഹാലൂസിനേഷൻസും ഡിസോർഗനൈസ്ഡ് സ്പീച്ചും ബിഹേവിയറും ഇൻഅപ്രോപ്രിയേറ്റ് ഇമോഷൻസുമാണ് ഇവർ കൊടുക്കുന്നത്. ഡിസോർഗനൈസ്ഡ്, ഓർഗനൈസ്ഡ് അല്ലാത്ത സ്പീച്ച്, അതായത് പരസ്പര ബന്ധമില്ലാത്ത സംസാരം, പരസ്പര ബന്ധമില്ലാത്ത ബിഹേവിയർ. നിങ്ങൾ റോഡ് സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന സ്കിസോഫ്രീനിയ പേഷ്യൻസ് കണ്ടിട്ടില്ലേ? പിന്നെ എന്തൊക്കെയോ ഡ്രസ്സ്, കല്ലൊക്കെ തിന്നുന്നൊക്കെ കാണാം, എന്തൊക്കെയോ പിന്നെ എന്താ പറയാ
ചാക്കിലൊക്കെ പിറക്കിയിട്ടിട്ട് എന്തൊക്കെയോ ആയിട്ട്, അതാണ് ഡിസോർഗനൈസ്ഡ് സ്പീച്ചും ബിഹേവിയറും. ഇൻഅപ്രോപ്രിയേറ്റ് ഇമോഷൻസ്, കല്യാണ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ കരയും, പ്രശ്നം ഉണ്ടാക്കും, പിന്നെ മരണ വീട്ടിൽ ചിരിക്കും, അല്ലെ? ഇൻഅപ്രോപ്രിയേറ്റ് ഇമോഷൻസ് ഒക്കെയാണ് അവര് കൊടുക്കുക. സ്കീസോഫ്രീനിയ ഇസ് എ സീരിയസ് കണ്ടീഷൻ ദാറ്റ് എഫക്ട് ഓൾമോസ്റ്റ് ഓൾ ആസ്പെക്ട് ഓഫ് ഡെയിലി ഫങ്ഷനിങ്. ഡെയിലി ഫങ്ഷനിങ്, നിത്യജീവിതത്തിന് മൊത്തം താറുമാറാക്കുന്ന രീതിയിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. അപ്പൊ സ്കിസോഫ്രീനിയ എന്താണ്? ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് കണ്ടീഷൻസ്, ഒരു കണ്ടീഷൻ മാത്രമല്ല, ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് സിംറ്റംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മുടെ ആ പേഷ്യന്റിന് ഉണ്ടാവും. അതായത് കോഗ്നിഷനെ ബാധിക്കും, ഇമോഷനെ ബാധിക്കും, അത് കൂടാതെ ഡെലൂഷന്, ഹാലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ, ഇൻഅപ്രോപ്രിയേറ്റ് ഇമോഷൻസ് ഒക്കെ അവർക്ക് ഉണ്ടാവാം. അവരുടെ ഡെയിലി ലൈഫിനെ മൊത്തമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയാണ് ഓവർവ്യൂ ഓഫ് ദി സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ. സ്കീസോഫ്രീനിയയുടെ സിംറ്റംസ് മെയിൻ ആയിട്ട് 2 സിംറ്റംസ് ആണ് ഉണ്ടാവുക. ഒന്ന് പോസിറ്റീവ് സിംറ്റംസും നെഗറ്റീവ് സിംറ്റംസും. ഈ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് ഉള്ളതും കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ഇപ്പം ചില മാനസിക രോഗാശുപത്രികളിലൊക്കെ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചിലവരൊക്കെ മ്യൂട്ട് ആയിട്ടുണ്ടാവും. പണ്ട് ഭയങ്കര എന്താ പറയാ ഹാലുസിനേഷനും ഡെലൂഷനും ഇറങ്ങി നടക്കുകയൊക്കെ ഉള്ളത് ഇപ്പം ഉള്ള വർത്താനം കൂടി ഇല്ലാതെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. കുറെ മെഡിസിൻസ് ഒക്കെ കഴിച്ച്, എനിക്ക് അങ്ങനെയാണ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. സൈക്കാട്രിക് മെഡിസിൻസ് കുറെ കഴിച്ചു കഴിഞ്ഞാല് ഒരു സ്റ്റഫ് ചെയ്ത പാവയെ പോലെ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അത് വല്ലാത്ത അവസ്ഥയാണ്. അപ്പം ഞങ്ങളുടെ FS വെൽനസിന് നമുക്ക് ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ട്, പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ട്. അപ്പൊ അവിടെ മിക്കവരും നെഗറ്റീവ് സിംറ്റംസ് ആണ്. ഇവിടെ ഉണ്ട് അല്ലെ, ഷാമില ആയിക്കോട്ടെ, വിൻസീമ ആയിക്കോട്ടെ, ഇവരൊക്കെ നമ്മുടെ ഇന്റേൺഷിപ്പ് പങ്കെടുത്തവരില്ലേ? അവർക്കൊക്കെ അറിയാം ഒത്തിരി നെഗറ്റീവ് സിംറ്റംസ് ഉള്ളവരും പോസിറ്റീവ് സിംറ്റംസ് ഉള്ളവരും. നെഗറ്റീവ് സിംറ്റംസ് ഉള്ളതും കുറഞ്ഞൊരു അവസ്ഥയാണ്. സ്പീച്ചും അവരുടെ ഉള്ളതും കുറഞ്ഞൊരു അവസ്ഥയാണ് നമ്മുടെ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോ early on symptoms of schizophrenia were divided into 2 categories, positive and negative symptoms. Early positive and negative symptoms എന്നുള്ള രീതിയിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്കീസോഫ്രീനിയയുടെ ക്യാരക്ടറൈസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. പോസിറ്റീവ് സിംറ്റം കൺസിസ്റ്റ് ഓഫ് ഫീലിംഗ് ഓർ ബിഹേവിയർ ദാറ്റ് ആർ യൂഷ്വലി നോട്ട് പ്രസന്റ്. കാരണം യൂഷ്വലി അല്ലാത്ത, ഒരു നോർമൽ മനുഷ്യന് യൂഷ്വലി ഇല്ലാത്തത് കൂടുതലായിട്ട് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. an addition or excess in normal repertoire. കണ്ടോ, നോർമലി കാണിക്കുന്നതിലും അഡീഷണൽ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് സിംറ്റംസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ബിസയർ. അതായത് ബിസയർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരും ചെയ്യാത്ത ഒരു എന്താ പറയാ ഓക്വേർഡ് ആയിട്ടെന്നൊക്കെ പറയില്ലേ, അതാണ് ബിസയർ ആയിട്ടുള്ള ഓഡ് ഒറ്റപ്പെട്ട ബിഹേവിയർ ആയിട്ട്. ഞാൻ പറയാം, കല്ല് വീഴുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ആളുണ്ടായിരുന്നു. ആള് നൈറ്റിയുടെ കുർത്തയുടെ ടോപ്പ് മാത്രം ഇടും, എന്നിട്ട് വലിയൊരു ചാക്ക ഉണ്ടാവും. പുള്ളിക്കാരുടെ മുടി, ആണുങ്ങളാട്ടോ, പുള്ളിക്കാരുടെ മുടിയിൽ ഫുള്ളും ഒരു ബാൻഡ്സ് ഒക്കെ ഉണ്ടാവും. കല്ല് കഴിക്കുന്നതാണ്. അങ്ങനെ കല്ലിങ്ങനെ വായുടെ അടിക്കാൻ തുപ്പുന്ന കാണാം, അങ്ങനെ കാണാം. അതാണ് ഈ ഡിസയർ ആൻഡ് ഓഡ് ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻ ആർ എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് സിംറ്റംസ്. പോസിറ്റീവ് സിംറ്റംസിനാണ് ഹാലൂസിനേഷൻ, അല്ലെ, എന്നെ ആരോ കൊല്ലാൻ വരുന്നത്, ആ കട്ടിന്റെ അടിയിൽ ആരോ ഉണ്ട്. അപ്പൊ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എന്റെ ഇന്റേൺഷിപ്പ് കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലായിരുന്നു. ഒത്തിരി സ്കിസോഫ്രീനിക് പേഷ്യൻസ് ഉള്ള സ്ഥലം കേട്ടോ. അപ്പം ഒരു പേഷ്യന്റിനെ വിളിച്ചിട്ട് ഇവിടെ ജിന്നുണ്ട് എന്നും പറഞ്ഞിട്ട് റൂമിൽ ജിന്നു, പുള്ളിക്കാരൻ ജിന്നിനോട് സംസാരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ തലയിട്ട് നോക്കുക ജിന്ന് എവിടെ ഇരിക്കുന്നത്. അന്ന് സ്റ്റാർട്ടിങ് സമയമാണല്ലോ. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവിടുത്തെ സാറ്, നമ്മുടെ സൈക്കാട്രിസ്റ്റ് സാദിഖ് അബ്ദുൽ സാറ് എന്നെ പതുക്കെ ഇങ്ങനെ എന്റെ കോട്ട് ഇങ്ങനെ പിടിച്ചു വലിച്ചപ്പോ തലയങ്ങ് പോവും. സ്കീസോഫ്രീനിയ പേഷ്യന്റ് ആണ്, തലയങ്ങ് പോവും. അങ്ങനെ അവര് നമ്മൾ എന്തെങ്കിലും ചെയ്താലും അവർക്ക് കുറ്റമൊന്നും ഇല്ല കേട്ടോ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിസോഫ്രീനിക് ആയിട്ടുള്ള ഏത് മാനസിക രോഗമുള്ളവരായിട്ടും ഡീൽ ചെയ്യുമ്പോൾ എന്താക്കണം, കുറച്ച്
കോഷ്യസ് ആയിരിക്കണം. അപ്പോൾ ഹാലുസിനേഷനും ഡെലൂഷനും ഒക്കെ പോസിറ്റീവ് സിംറ്റംസിന്റെ എക്സാമ്പിൾ ആണ്. ഇനിയോ നെഗറ്റീവ് സിംറ്റംസ് ഉണ്ട്. ലാക്ക് ഓഫ് ഫീലിംഗ് ഓർ ബിഹേവിയർ ദാറ്റ് യൂഷ്വലി പ്രസന്റ്. അതായത് നോർമൽ ആൾക്ക് ഉള്ളത് കുറഞ്ഞോ, മോട്ടിവേഷൻ കുറയാ, അതുപോലെ ആക്ടിവിറ്റീസ് നോർമലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്കാണ് എന്തെന്ന് പറയാ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയാം. ഓക്കെ, യൂഷ്വലി പ്രസന്റ് ദാറ്റ് ഇസ് ആബ്സെൻസ് ഓർ ഡെഫിസിറ്റ്സ് ഓഫ് നോർമൽ ബിഹേവിയർ. നോർമലിയുള്ള സംസാരം, നോർമലിയുള്ള മോട്ടിവേഷൻ ഒക്കെ അവരെങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോലും നമ്മൾ അവരെ വിളിച്ചുകൂട്ടി കൊണ്ടുവരണം, സംസാരിക്കില്ല, അത്തരത്തിലുള്ള അവസ്ഥ. നെഗറ്റീവ് സിംറ്റംസ് ഇൻക്ലൂഡിങ് പോവർട്ടി ഓഫ് സ്പീച്ചിന് പോവർട്ടി വരാം, ഫ്ലാറ്റ് എഫക്റ്റ്, അതായത് ഒരു രീതിയിലും ഇമോഷൻസ് ഇല്ലാതെ ഇപ്പൊ എന്ത് ചെയ്താലും, ഇപ്പൊ നമ്മൾ അവിടുത്തെ പാട്ട് പാടുന്നുണ്ടാവും, കഥകൾ പറയുന്നുണ്ടാവും, അവർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഫ്ലാറ്റ് എഫക്റ്റ് എന്ന് പറയാം. അതായത് ഒരു രീതിയിലുള്ള ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യില്ല. അവിലേഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓർ എബിലിറ്റി ടു ഡു ടാസ്ക് ഓർ ആക്ടിവിറ്റീസ്. ഒരു ടാസ്കും ചെയ്യാൻ, ഇപ്പം നമ്മളവിടെ മനസ്സിലാണെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി ഉണ്ട്. ഇപ്പം കോഴിക്കോട് സിൽക്കി വെഡിങ്, ടോപ്പ് മോസ്റ്റ് പോലെയുള്ള സ്ഥലത്തേക്ക്, അതുപോലെ തന്നെ നമ്മുടെ തലക്കുളത്തൂർ ഹെൽത്ത് സെന്ററിലേക്കൊക്കെയുള്ള ഗുളികയുടെ കവറൊക്കെ ഉണ്ടാക്കുന്നത് ഇവരാണ്. അപ്പൊ അതില് ഈ നെഗറ്റീവായിട്ട് ചെയ്യൂല. അവർക്ക് അതിന് പൈസയും കൊടുക്കട്ടോ, ഒരു ചെറിയ എന്താ പറയാ ഇൻസെന്റീവ് ഉണ്ട്. പക്ഷെ ഈ നെഗറ്റീവാർ അത് ചെയ്യില്ല. അവർക്ക് ഒന്നിനും എന്തുണ്ടാവില്ല, മോട്ടിവേഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അപ്പത്തി ആയിരിക്കും, ഒരുമാതിരി എന്താ പറയാ ഒരു ഇമോഷൻസും ഇല്ലാത്ത അവസ്ഥ. അസോഷ്യാലിറ്റി, സോഷ്യലി അവർക്ക് പിന്നെ എന്താ പറയാ ഇടപഴകാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അത്തരത്തിലുള്ള അവസ്ഥയ്ക്കാണ് എന്തെന്ന് പറയാ നെഗറ്റീവ് സിംറ്റംസ്. അപ്പൊ പോസിറ്റീവ് എന്താണ്, നോർമലി ഇല്ലാത്ത സിംറ്റംസ് കാണിക്കുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ്, നോർമലി ഉള്ളത് കുറഞ്ഞു പോകുന്നതിനെയാണ് നെഗറ്റീവ് സിംറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ മൂന്നാമതൊരു കാറ്റഗറി, ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് കൂടാതെ മൂന്നാമതൊരു കാറ്റഗറിയും കൂടിയുണ്ട്, ഡിസോർഗനൈസ്ഡ് സിംറ്റം. അതായത് ഓർഗനൈസേഷനൊക്കെ തെറ്റിപ്പോവാ, അതായത് അടുക്കും ചിട്ടയും ഇല്ലാതെ ആയിപ്പോ. അതിൽ ഡിസോർഗനൈസ്ഡ് സ്പീച്ചും ഉണ്ട്, ഡിസോർഗനൈസ്ഡ് എഫക്റ്റ് ഉണ്ട്. ഡിസോർഗനൈസ്ഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാല് ഇമോഷൻസ് ഡിസോർഗനൈസ്ഡ് ആയി പോവാ. മരണം വിട്ട് പോയി ചിരിക്കുക, കല്യാണം വിട്ട് പോയി കരയാ എന്നൊക്കെ പറയുന്നത് ഡിസോർഗനൈസ്ഡ് എഫക്റ്റ് ആണ്. അതുപോലെ ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ. എൻ്റെ ഒരു ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു താത്ത ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് സ്കീസോ ആണെന്ന് എനിക്കിപ്പോ മനസ്സിലാവും. പുള്ളിക്കാരി ഡെഡ് ബോഡി കണ്ട് മൂത്രം ഒഴിക്കായിരുന്നു. അപ്പം ആരെങ്കിലും ഈ പുള്ളിക്കാരി ഇങ്ങനെ മരണത്തിൽ വരുന്ന കാണുമ്പോൾ ഭയങ്കര പേടിയാ, അപ്പൊ മൂത്രം ഒഴിച്ചിട്ട് പോകട്ടെ, പിന്നെ എന്തൊക്കെയോ വിളിച്ചൊക്കെ പറയും. അത് ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ ആണ്. അപ്പൊ എന്താണ്, ഓർഗനൈസേഷൻ തെറ്റിപ്പോകുന്ന അവസ്ഥയാണ് മൂന്നാമത്തെ. പരസ്പര ബന്ധമില്ലാത്ത സംസാരിക്കുക, പരസ്പര ബന്ധം ഇല്ലാത്ത ഇമോഷൻസ് കൊടുക്കുക, പരസ്പര ബന്ധം ഇല്ലാത്ത ബിഹേവിയർ കൊടുക്കുക. ഇതാണ് ഡിസോർഗനൈസ്ഡ് symptoms. A third dimension called disorganized symptoms consists of disorganized speech, affect and behavior. അപ്പോൾ ഇത്തരം സിംറ്റംസ് ആണ് നമുക്ക് എന്തിലുള്ളത്, നമുക്ക് നമ്മുടെ സ്കീസോഫ്രീനിയയിൽ ഉള്ളത്. സീരിയസ് ആയിട്ടുള്ള ബ്രോഡ് സ്പെക്ട്രംസ് ഓഫ് സിംറ്റംസ് ആണ് വരുന്നത്. 3 രീതിയിലാണ് പോസിറ്റീവ് സിംറ്റംസ്. അതിലാണ് എന്താണ്, നോർമൽ ഉള്ളതിലും അപ്പുറത്തോട്ടുള്ള സിംറ്റംസ് ആണ് ഈ ബിഹേവിയർ കാണിക്കുക. അതാണ് എന്ത്, ഹാലുസിനേഷൻ, ഡെലൂഷൻ ഒക്കെ. നെഗറ്റീവ് ആണെങ്കിലോ നോർമൽ ഉള്ളതും കുറഞ്ഞു പോകുന്ന അവസ്ഥ, പോവർട്ടി ഓഫ് സ്പീച്ച്, അപ്പത്തി, അതുപോലെ തന്നെ അലോജിയ, അനഡോണിയ. അനഡോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലഷർ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്ത് പ്ലഷർ, ഇപ്പം നമുക്ക് കുറെ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരാളെ കാണുമ്പോൾ സന്തോഷമൊന്നും തോന്നില്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ടൊന്നും ചിലപ്പോൾ പ്ലഷർ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അനഡോണിയ എന്ന് പറയുന്നത്. അസോഷ്യാലിറ്റി, ഫ്ലാറ്റ് എഫക്റ്റ്, എപ്പോഴും ഒരു ഇമോഷൻസും കാണിക്കാതിരിക്കുക. ഇനി മൂന്നാമത്തെ ഡിസോർഗനൈസ്ഡ്, ഓർഗനൈസേഷൻ തെറ്റിപ്പോ. അതിലാണ് ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, ഡിസോർഗനൈസ്ഡ് എഫക്റ്റ്, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ ഒക്കെ വരുന്നത്. ഓക്കെ ആണോ? അല്ലെ? താളവട്ടം സിനിമ തന്നെ ആലോചിച്ചാൽ മതി, നമുക്ക് അതിൽ കറക്റ്റ്. അത് പിന്നെ കുറച്ചൊരു കോമഡി എന്റർടൈനിങ് രീതിയിലാണ്. തനിയാവർത്തനം നിങ്ങൾ കാണുകയാണെങ്കിൽ കൃത്യമായിട്ടും സ്കീസോഫ്രീനിയയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? എന്താണ് സ്കീസോഫ്രീനിയ, അതിന്റെ സിംറ്റംസ് എന്നൊക്കെ ഉള്ളത്? മനസ്സിലേക്കാ ഓടിയത്. മനസ്സിൽ ഞങ്ങളെ വരുന്ന സ്കീസോഫ്രീനിയ പഠിപ്പിച്ചിട്ടാണ് കൊണ്ടുപോവുക. പോസിറ്റീവ് സിംറ്റംസ് ഉള്ള സ്കീസോഫ്രീനിയ പേഷ്യൻസും ഉണ്ട്. ഒരു നെഗറ്റീവ് സിംറ്റംസ് ഉണ്ടായിട്ടുള്ള ഒരു പ്രിയപ്പെട്ട ഒരു പേഷ്യന്റ് ആയിരുന്നു ഷുക്കൂർക്ക 3 മാസം മുന്നേ മരണപ്പെട്ടു. അപ്പം നെഗറ്റീവ് ആയിരുന്നു. എന്നാലും ചിലപ്പോഴൊക്കെ കണ്ടാൽ ചിരിക്കും, ചിലപ്പോ ഇങ്ങനെ വിളിച്ചുകൂട്ടിക്കൊണ്ടായാലൊക്കെ പാട്ടൊക്കെ പാടും. നല്ല പാട്ടല്ല, കൈ അടിക്കും. പാട്ടൊന്നും നല്ല കൈ ഇങ്ങനെ അടിക്കും. ചിലവരൊന്നും കൈ പോലും അടിക്കില്ല, ഞങ്ങൾ എന്നിട്ട് കൈ ഇങ്ങനെ അടിപ്പിക്കാറാണ്, എന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തില്. എപ്പോഴെങ്കിലും ഒന്ന് മെന്റൽ ഹോസ്പിറ്റലൊക്കെ പോകണം. കാരണം ഒരു സിമ്പതിയും കിട്ടാതെ ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോ
അതായിരിക്കും നമ്മളെ ഇപ്പം എപ്പം മാനസ് പോയി കഴിഞ്ഞാലും മാനസിന്ന് വരുന്ന എന്റെ സ്റ്റുഡൻസ് വളരെ ഹാപ്പിയോടെ പറയാറുണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ മറക്കാനായിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് മാനസെന്ന്. കാരണം ആരും ഇല്ല, മെജോറിറ്റിയും സ്കീസോഫ്രീനിയ പേഷ്യൻസ് തന്നെ കേട്ടോ. അതായത് അവരെ സമൂഹമൊക്കെ തള്ളിക്കളഞ്ഞതാണ്. ആരും ഇല്ല അവർക്ക് ഒരു പിന്നെ മൊത്തത്തിലൊരു എന്താ രാവിലെ ആവുന്നു രാത്രിയാവുന്നു. അപ്പം അവിടുത്തെ സെക്രട്ടറി പറയും, നിങ്ങൾ പിള്ളേർ വരുമ്പോൾ ഇവർ എത്ര ഹാപ്പി ആണെന്ന് അറിയോ. കാരണം ഇല്ലെങ്കിൽ ഇവര് രാവിലെ ആവുന്നു, ഭക്ഷണം കഴിക്കുന്നു, രാത്രിയാവുന്നു, ഉറങ്ങുന്നു. ഇതിലപ്പുറത്ത് ഇവർക്കൊരു ലോകമില്ല. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് പാട്ട് പാടി കൊടുക്കുന്നു, ഇവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നു, ഇവരുടെ കഥകൾ കേൾക്കുന്നു. പലതും ഹാലൂസിനേഷനും ഡെലൂഷനും ഒക്കെ ആയിരിക്കും, എന്നാൽ പോലും നമ്മൾ കേട്ടിരിക്കുന്നു. ആസ് എ സൈക്കോളജി സ്റ്റുഡൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കുറച്ച് അനുഭവങ്ങൾ തന്നെയായിരിക്കും. ഇപ്പം പോയവരോട് ചോദിച്ചാൽ മതി, മനസ്സ് പലർക്കും ഒരു വികാരമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഒരു പിന്നെ എക്സ്ട്രീം ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്കൊന്നും സ്റ്റുഡൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എനിക്ക് ചെരുപ്പിന് ഏറ് കിട്ടിയിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്, തൊഴി ഇട്ടിട്ടുണ്ട്, ബാഗ് വെച്ച് അടിച്ചിട്ടുണ്ട്, കുതിരവട്ടത്തെ എക്സ്ട്രീം കേസസ് ഒക്കെയാണ്. മനസ്സ് കൺട്രോളബിൾ ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ എടുത്ത് പോകണം. നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണ്, എന്താണ് ഒരു മാനസിക രോഗി ആയിട്ടിരിക്കുമോ. കുതിരട്ടത്തൊക്കെ പോകുമ്പോൾ ശരിക്കും സെല്ലിന്റെ ഉള്ളിലാണ് ചിലപ്പോൾ സങ്കടം തോന്നും. കാരണം ചില സെല്ലിന്റെ ഉള്ളിലൊക്കെ വെളിച്ചം പോലും ഉണ്ടാവില്ല. കാരണം ഇവർ ബൾബ് എറിഞ്ഞ് പൊട്ടിക്കും, എന്നിട്ട് വെളിച്ചമൊന്നും ഉണ്ടാവില്ല. ചിലവര് മലമൂത്ര വിസർജനമൊക്കെ അവിടെ തന്നെ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ആ സെല്ലിന്റെ പുറത്ത് നിർവികാരായിരിക്കുന്ന പാരന്റ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ട്നേഴ്സോ ഒക്കെ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ എത്രത്തോളം നമ്മളൊരു ക്യാൻസർ വാർഡിൽ പോകണം അല്ലെങ്കിൽ അങ്ങനത്തെ അടുത്ത് പോകണം, നമുക്ക് എമ്പതൊക്കെ വളരാണ് ഇവിടെ പോകണം. കാരണം ക്യാൻസർ പേഷ്യന്റിനൊക്കെ ഒരു എമ്പതി കിട്ടും അല്ലെ. എമ്പതി പോലും കിട്ടാതെ ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്, അല്ലെ സോറി സിമ്പതി പോലും കിട്ടും. സിമ്പതിയാണ് എമ്പതി അല്ല, സിമ്പതി കിട്ടും അല്ലെ. ഏതെങ്കിലും ഒരു ശാരീരിക അസുഖമാണെങ്കിൽ സിമ്പതി കിട്ടും. ഈ സിമ്പതി പോലും കിട്ടാതെ ഇപ്പൊ ഒരു മാനസിക രോഗി എന്തെങ്കിലും കാണിക്കണ അവന്റെ അഹമ്മദിയാണ്, അല്ല അവന്റെ അഹമ്മദിയല്ല. ഞാനിവിടെ മാനസിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ചിലപ്പോൾ പറയും അവർ നിങ്ങളെ ടച്ച് ചെയ്തെന്ന് വരും, ചിലപ്പോൾ അവര് ബിസയർ ആയിട്ടുള്ള ബിഹേവിയർ കാണിച്ചു തരാം. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ഇൻസൈറ്റ്. ഇങ്ങനെയാണ്, അതായത് ഡിസോർഗനൈസ്ഡ് ആണ്, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുന്നത് അവർക്ക് അറിയൂല, നോർമൽ അല്ല അവര്. അപ്പൊ അത് രീതിയിൽ നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്കെങ്കിലും സമൂഹത്തിലെ മാനസിക രോഗികളോട് അത് അവരുടെ അവസ്ഥയാണ്, അവരറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. എസ്പെഷ്യലി സ്കീസോഫ്രീനിയ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ഡിസ്ക്രിമിനേഷൻ അനുഭവം. നിങ്ങൾക്കെങ്കിലും ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എംപതറ്റിക്കലി ചിന്തിക്കാൻ പറ്റണം. ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ പ്രൊഫഷൻ. ഓക്കെ ആണല്ലോ? എന്താണ് മാമിന്റെ കുഞ്ഞുകുട്ടീനെ കുറെ ആയാലും കണ്ടിട്ട്? ഓക്കെ മാമിനെ എപ്പോഴാണ് കാണുന്നത്? ഇന്ന് സ്കൂളിൽ ഞങ്ങളൊരു ദിവസം മനസ്സ് വന്ന് പോയി. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ വിളിച്ച്. എനിക്ക് പനിയായിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഈ ബാച്ചിന്റെ കൂടെ ഞാൻ പോയിട്ടില്ല. അപ്പൊ വൈറൽ ഫീവർ ആണല്ലോ, അപ്പൊ പെട്ടെന്ന് അവർക്ക് പിടിക്കും. അപ്പൊ ഞാൻ കുറച്ചു ദിവസമായിട്ട് ഞാൻ പോയിട്ടില്ല. ഇനിയിപ്പോ ഫുഡ് കൊടുക്കാൻ പോകാനുള്ളപ്പോ പോവാന്ന് വെച്ചിരിക്കുകയാണ്. എന്റെ എല്ലാ ആഘോഷങ്ങളും മനസ്സിലാണ്. മനസ്സിനെ പരിചയപ്പെട്ട ശേഷം എന്റെ എല്ലാ ആഘോഷങ്ങളും മനസ്സിലാണ്. അത് എന്റെ മക്കളുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ, എന്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ, ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ, പെരുന്നാൾ ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, എല്ലാം മനസ്സിലാണ്. അവർ വെയിറ്റ് ചെയ്യന്നെ. അതിൽ തന്നെ അൺകണ്ടീഷണൽ ലവ് അല്ല അത്. നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക, ഒരു ബന്ധവും ഇല്ലാത്ത നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക, അവരുടെ സന്തോഷത്തിൽ നമ്മളെ പങ്കാളിയാക്കുക. അല്ലെങ്കിൽ മാമിന് എപ്പോഴാ വരിക എന്ന് സന്തോഷത്തോടെ ചോദിക്കുക. വെരി ബ്ലെസ്ഡ്. ഞാൻ ചെന്നപാടെ താലിക്ക് ഓടി വന്നിട്ടുണ്ട്. അത് പിന്നെ അദ്രമാക്കൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് വാച്ചൊക്കെ കൊണ്ടുവന്നാല് എടുത്തു വെക്കും. മാം വന്നാൽ കാണിച്ചു കൊടുക്കണം. ചിലരെന്നെ മാം എന്ന് വിളിക്കും, ചിലരെന്നെ ടീച്ചർ എന്ന് വിളിക്കും, ചിലരെന്നെ ചേച്ചിന്ന് വിളിക്കും, ചിലർ മോളേന്ന് വിളിക്കും, ചിലവർ നഴ്സേന്ന് വിളിക്കും, പല പേരുകളും വിളിക്കും. എന്തായാലും ഉള്ളിലൊരു സ്ഥാനമുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പം നമ്മൾ പോവും. അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചാരിറ്റി ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അതൊന്നും എവിടെയും പോവില്ല കേട്ടോ. അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. മനസ്സിന്റെ കുറെ വിശേഷങ്ങള് ഫസ്റ്റ് വെൽനെസ് ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പൊ സ്കീസോഫ്രീനിയ ഇതാണ്. സ്കീസോഫ്രീനിയുടെ ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമാണ് തന്നിട്ടുള്ളത്. തനിയാവർത്തനൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ.
അപ്പൊ ഇങ്ങനെ പഠിക്കണം നമുക്ക് കുറെ ഡിസ്കഷനിലൂടെ. കാരണം ഈ ഒരു സ്കിസോഫ്രീനിയ വരുമ്പോഴത്തേനും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഒത്തിരി ഓർമ്മകൾ വരണം. ആ രീതിയിലായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ അഡ്മിഷൻസ് ഒന്നും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക റെഗുലർ. അപ്പോ ക്ലാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അഫ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. Thank you, Ma.